വിശ്വാസത്താൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു. വർഷങ്ങൾ പഴക്കമേറിയ ചില രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകുവാൻ പോകുന്നു. വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന മാനസിക വേദനയിൽ നിന്ന് യേശു കർത്താവ് വിടുതൽ തരുവാൻ പോവുകയാണ്. ചില വിഷയങ്ങൾ നിമിത്തമായി പുറത്തിറങ്ങി നടക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഇന്ന് പുറം ലോകം കാണുവാൻ പോവുകയാണ്. ചില ബന്ധനങ്ങളിൽ നിന്നും ഇന്ന് നിങ്ങൾ മോചിതരാവുകയാണ്. നിങ്ങളുടെ കണ്ണുനീരിന് ഒരു വിരാമം ഉണ്ടാകുവാൻ പോകുന്നു. ഇവിടെ 12 വർഷമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ വിശ്വാസത്താൽ സൗഖ്യം പ്രാപിക്കുകയാണ്. അവളെ ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുപോയതല്ല, ഒരിക്കലും സാഹചര്യം അതിന് അനുവദിക്കുന്നതുമല്ല. പക്ഷേ സാഹചര്യങ്ങളെ മറികടന്ന് സമൂഹത്തിൻ്റെ വിലക്കുകളെ അവഗണിച്ച് നിയമത്തിൻ്റെ കുരുക്കുകളെ ലംഘിച്ച് അവൾ ഇറങ്ങി ഓടുകയാണ്. ആരെങ്കിലുമൊക്കെ അവളെ തടഞ്ഞിട്ടുണ്ടാകും. പക്ഷേ തടസ്സങ്ങളെ ഒന്നും വകവയ്ക്കാതെ യേശു എന്നെ വിടുവിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമാണ് അവളെ യേശുവിൻ്റെ പാത നോക്കി ഇറങ്ങുവാൻ പ്രേരിപ്പിച്ചത്. ഈ ലോകത്തിൽ ഇനി ഒന്നിനും അവളെ രക്ഷിപ്പാൻ കഴിയുകയില്ല എന്ന് അവൾക്ക് പൂർണ്ണമായും മനസ്സിലായി. കാരണം വചനം പറയുന്നത് അവളുടെ മുതലെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ആരാലും സൗഖ്യം വരുത്തുവാൻ കഴിയാത്തവളായിരുന്നു എന്നാണ്. ഇനി ആശ്രയിപ്പാൻ ആരുമില്ല, തേടിപ്പോകുവാൻ ഒരു ഇടവുമില്ല. മുട്ടേണ്ട വാതിലുകളെല്ലാം മുട്ടി തളർന്നവളാണ്. നിങ്ങളും ഇതുപോലെ വിളിക്കേണ്ട അന്യദൈവങ്ങളെയൊക്കെ വിളിച്ച് തളർന്നവരായിരിക്കാം. ഇനി രക്ഷയില്ല, മരണം മാത്രമാണ് മുന്നിൽ, ഇനി വിടുതൽ ലഭിക്കയില്ല എന്ന് നിങ്ങളെക്കുറിച്ച് പലരും പറഞ്ഞു കാണും. നിങ്ങളുടെ അസുഖത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലായിരിക്കാം. ഒരു ഡോക്ടർക്കും നിങ്ങളെ രക്ഷിപ്പാൻ കഴിയില്ല എന്ന് ലോകം വിധി എഴുതിയ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ യേശുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. യേശുവിന് മാത്രമേ നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ അവസ്ഥ അറിയാവുന്നത് യേശുവിന് മാത്രമാണ്. മനുഷ്യർ നിങ്ങളുടെ പുറം മാത്രമാണ് കാണുന്നത്. അല്ലെങ്കിൽ എക്സ്റേ, സ്കാനിങ്, ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻസ് ഇവയിലൂടെയുള്ള റിപ്പോർട്ടുകൾ മാത്രമേ കാണുകയുള്ളൂ. പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ വേദനയും അറിയാവുന്ന ഒരുവൻ നിങ്ങളെ തേടി വന്നിട്ടുണ്ട്. നിങ്ങളുടെ രോഗത്തിൻ്റെ കഠിനതയേക്കാൾ ഉപരിയായി നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയുടെ ആഴവും അളവും എത്രയെന്നറിയാവുന്നവൻ, സാക്ഷാൽ നിങ്ങളുടെ രോഗങ്ങളെ വഹിച്ചവൻ, വ്യാധികളെ ചുമന്നവൻ, ആ ദൈവം തൻ്റെ അടിപ്പിണരുകളാലുള്ള സൗഖ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നുവെന്ന് വിശ്വസിക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? പാരമ്പര്യം നോക്കാതെ, സമൂഹം നോക്കാതെ, സാഹചര്യം നോക്കാതെ, നിയമങ്ങൾ നോക്കാതെ യേശുവിൻ്റെ അടുക്കലെത്തുവാൻ തയ്യാറാകുന്നവർക്കാണ് വിടുതൽ ഉറപ്പ്. ഇവിടെ വിടുതലിനായി തൻ്റെ വിശ്വാസമനുസരിച്ച് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ യേശു അവളെ തിരിഞ്ഞു നോക്കി. ലൂക്കോസ് ഇങ്ങനെയാണ് പറയുന്നത്: അവൾ തൊട്ടപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്നാണ്. യേശു തിരിഞ്ഞ് അവളോട്, മകളെ, ധൈര്യപ്പെടുക, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞു. അതെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ഭയം മാറ്റുക, ധൈര്യമായിരിക്കുക എന്നാണ് യേശു പറയുന്നത്. ഈ കർത്താവ് ഉറപ്പ് തരുമ്പോൾ നിങ്ങൾ എന്തിനാണ് അധൈര്യപ്പെടുന്നത്? വിശ്വസിച്ചാൽ ഇന്ന് സൗഖ്യം ഉറപ്പായി ലഭിക്കും. നിങ്ങൾ യേശുവിനെ തേടി എങ്ങും ഓടേണ്ടതില്ല. യേശു നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങളുടെ ഹൃദയവാതിൽ കർത്താവ് മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ മനസ്സുണ്ടായാൽ മാത്രം മതി. വിശ്വാസത്തോടെ യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാവുന്നവർക്ക് തൽക്ഷണം വിടുതൽ ലഭിക്കുക തന്നെ ചെയ്യും.